പറഞ്ഞതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങളുടെ മൃതദേഹം കാണാൻ അവസാനമായി എത്തുന്ന നിര കുഞ്ഞുങ്ങളുടെ മൃതദേഹത്തിനടുത്തേക്ക് വളരെ വേഗത്തിലെത്തുന്നുണ്ട്. പക്ഷേ അവരുടെ അടുത്തെത്തുമ്പോൾ പിന്നെ ആ സ്പീഡ് വളരെ കുറയുകയാണ്. സ്വാഭാവികമായും അവരെ അങ്ങനെ പെട്ടെന്ന് ഒരു നോക്ക് കണ്ടുപോവാൻ ആർക്കും സാധിക്കില്ലല്ലോ. അവരുടെ മുഖമൊന്ന് കാണാതെ എങ്ങനെയാണ് കടന്നു പോവുക? അപ്പോൾ അവിടേക്ക് എത്താനുള്ള വേഗത അവരുടെ അടുത്തെത്തിക്കഴിഞ്ഞാൽ അത് കുറയുന്നു എന്നുള്ളതാണ്. കാരണം 4 കുഞ്ഞുങ്ങളാണ്, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 4 പൂമ്പാറ്റകളാണ് നമ്മളെ വിട്ടുപോയത്. അപ്പോൾ ആ നാട് മുഴുവൻ ആ വേദനയിലാണ്. ഇതിൽ നമ്മളെയൊക്കെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യമുണ്ട്. ഇതിൽ അജ്ന പറഞ്ഞതാണ്, ഒരു പെൺകുട്ടിയുടെ അമ്മ, അതായത് ഇർഫയുടെ അമ്മയുടെ മുന്നിലായിരുന്നു ഈ അപകടം നടന്നത് എന്ന്. കാരണം അവളുടെ പല്ലിന് ക്ലിപ്പിടാൻ വേണ്ടി ഡോക്ടറെ കാണിക്കാൻ വേണ്ടി മകൾ വരുന്നത് കാത്ത് റോഡ് സൈഡിൽ നിൽക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് അടുത്തെത്തുന്നതിന് തൊട്ട് മുൻപാണ് ഈ ദുരന്തം സംഭവിച്ചതെന്നാണ് ഇന്നലെ രക്ഷപ്പെട്ട അജ്ന പറഞ്ഞത്. ആ അജ്ന പറഞ്ഞത് ശരിയാണെങ്കിൽ ഒന്ന് ഓർത്തു നോക്കൂ, ആ അമ്മ അത് എങ്ങനെ ഉൾക്കൊള്ളുമെന്ന്. കാരണം സ്വന്തം മകൾ ലോറി ഇടിച്ച് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നത് കൺമുന്നിൽ കാണേണ്ടി വരുന്ന ഒരു അമ്മയുടെ നിസ്സഹായ അവസ്ഥ ഓർത്തു പോവുകയാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ അവരെന്ത് ചെയ്തിട്ടുണ്ടാകുമെന്നാണ് ഞാൻ ഓർക്കുന്നത്. കാരണം മകളെ ഇങ്ങനെ, അല്ലെങ്കിൽ മകളെപ്പോലെ കാണുന്ന മറ്റ് കുഞ്ഞുങ്ങളെയും ഒരമ്മയ്ക്ക് മുൻപിൽ വെച്ചൊരു അപകടം സംഭവിക്കുമ്പോൾ അവരത് എങ്ങനെ ഏറ്റെടുക്കും, ഉൾക്കൊള്ളും എന്നുള്ളതാണ്. യെസ്, സുബി വിശ്വനാഥൻ കൂടി ചേരുന്നുണ്ട്. സുബി, നമ്മളിപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്ന ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, ആ 4 കുഞ്ഞുങ്ങളെയും കാണാൻ വേണ്ടി ആ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്ന ആളുകൾ നമുക്ക് കാണാം. മറുഭാഗത്ത് മറു സൈഡിലുണ്ട് അവർക്ക് അവസാനമായി കിടക്കാനുള്ള കല്ലറ ഒരുങ്ങുകയാണ്. ആ 4 പേരും ഒരുമിച്ചാണ് ഉറങ്ങാൻ പോകുന്നത്. അവരിനി ഒരുമിച്ച് മദ്രസ മുതൽ ഒരുമിച്ച് പഠിച്ചു വളർന്ന കുഞ്ഞുങ്ങളാണ്. അവരുറങ്ങുമ്പോഴും ഒരുമിച്ച് ഉറങ്ങട്ടെ, അല്ലേ? ഭവ്യ, ആ നാടിൻ്റെ ആ 4 പെൺമക്കൾക്ക് അവസാനമായി യാത്രാമൊഴി നൽകുകയാണ് പ്രിയപ്പെട്ട ജന്മനാട്. നിരവധി നീണ്ടു നിൽക്കുന്ന നിരയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേരാണ് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിക്കൊണ്ടിരിക്കുന്നത്. കരിമ്പനയ്ക്കൽ ഹാളിലേക്ക് നിരവധി പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. കണ്ണുനീരോടെയാണ് മിക്കവരും കയറി വരുന്നതും പോകുന്നതും. ചിലർക്കെല്ലാം ഈ 4 പെൺകുരുന്നുകളെയും അറിയാമായിരുന്നു. എന്നാൽ ചിലർക്ക് നേരിട്ട് കണ്ടുപരിചയം മാത്രമുള്ള ബന്ധം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നേരിട്ട് പരിചയമുള്ളവരല്ല. എങ്കിൽ കൂടിയും ഈ 4 പേരുടെ വിയോഗം അത് വലിയൊരു നടുക്കമാണ് ആ നാടിന് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ 4 പേരോടും അവസാനമായി യാത്രാമൊഴി ഏകുകയാണ് ജന്മനാട്. നിരവധി പേർ, സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, അതുപോലെ ഒപ്പം പഠിച്ചവർ, സുഹൃത്തുക്കൾ, കൂട്ടുകാരികൾ, അങ്ങനെ നിരവധി പേരാണ് യാത്രാമൊഴിയേകാൻ ആ കരിമ്പനയ്ക്കൽ ഹാളിനകത്തേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. രാവിലെ 8 മണിക്കാണ് പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. ഇപ്പോഴും പൊതുദർശന ചടങ്ങുകൾ തുടരുകയാണ്. 10:30 വരെയാണ് പൊതുദർശന ചടങ്ങുകൾ നടക്കുക എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം ഇത് മൃതദേഹങ്ങൾ ഖബറടക്കത്തിനായി കൊണ്ടുപോകും. കരിമ്പ തുപ്പനങ്ങാട് ജുമാ മസ്ജിദിലാണ് ഖബറടക്ക ചടങ്ങുകൾ നടക്കുക. അതിനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ഒരുമിച്ച് ഇണചേർന്ന് നടന്നിരുന്ന ഈ കൂട്ടുകാരികൾ ഒരുമിച്ച് തന്നെ അന്ത്യയാത്രയാവുകയാണ്. ഒരുമിച്ചുള്ള ഒരു കുഴിമാടങ്ങൾ തന്നെയാണ് അവർക്കായി ഒരുക്കിയിരിക്കുന്നതും. ഏതായാലും നാടിൻ്റെ ബാഷ്പാഞ്ജലികൾ ഇപ്പോഴും തുടരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ടു നിൽക്കാൻ സാധിക്കില്ല ആ ഒരു വേദനയും വിങ്ങലും. നിരവധി പേർ വിലാപത്തോടെ വലിയൊരു വിതുമ്പലോടുകൂടിയാണ് ആ ഹാളിനകത്തേക്ക് എത്തുന്നത്. നമുക്ക് ഓരോരുത്തർക്കും കണ്ടു നിൽക്കാൻ സാധിക്കുന്ന അത്രയും, അതിനേക്കാൾ വലിയ തോതിലുള്ള കണ്ടു നിൽക്കാനാവില്ല, അത്രത്തോളം സങ്കടകരമായ കാഴ്ചകളാണ് ഈ കരിമ്പനയ്ക്കൽ ഹാളിൽ നിന്ന് നമുക്ക് കാണാനാകുന്നത്. 4 ഉറ്റ സുഹൃത്തുക്കളുടെ മൃതശരീരങ്ങൾ 4 പേരുടെയും ഒരുമിച്ച് കിടത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾ അത് അത്യന്തം ഹൃദയഭേദകമായ കാഴ്ചയാണ്. ഒരു 4 പെൺകുരുന്നുകൾ വിടരാൻ തുടങ്ങും മുമ്പ് എരിഞ്ഞൊടുങ്ങിയ 4 പെൺകുരുന്നുകളുടെ ചേതനയേറ്റ മൃതശരീരം കാണാൻ ആ നാട്ടിൽ നിന്നുള്ള മിക്കവരും ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇന്നലെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മലയമ്പാട് ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടായിരുന്നത്. വൈകുന്നേരം
വൈകുന്നേരം 3:45 പനയമ്പാടം ജംഗ്ഷന് സമീപത്ത് വെച്ച് അപകടം ഉണ്ടായിരുന്നത്. അതിനുശേഷം ആ അപകടത്തിൽ ആദ്യം ഒരു ലോറി സിമൻറ്റ് ലോറി ഇവരുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു. തൽക്ഷണം തന്നെ ഈ കുരുന്നുകളുടെ ജീവനറ്റുപോയി എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എങ്കിലും ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മൃതശരീരം ആരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. അവരോടൊപ്പം ഉണ്ടായിരുന്ന അജ്ന എന്ന പെൺകുട്ടി, അവരുടെ ഉറ്റ തോഴിയായിരുന്ന അജ്ന ഒരു കുഴിയിലേക്ക് വീണതുകൊണ്ട് മാത്രമാണ് തൽക്കാലത്തേക്കെങ്കിലും രക്ഷപ്പെട്ടത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ഏതായാലും അത്യധികം ദുഃഖകരമായ ഹൃദയഭേദകമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ വേദനയോടുകൂടി ഒരു നാട് മുഴുവൻ ഈ 4 പെൺമക്കൾക്ക് വിട ചൊല്ലുന്ന കാഴ്ച. 4 കുഴിമാടങ്ങളും ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിഞ്ഞു. തുമ്പനങ്ങാട് ജുമാ മസ്ജിദിലാണ് ഈ മൃതശരീരങ്ങൾ സംസ്കരിക്കുക. അതിനുള്ള എല്ലാവിധ ക്രമീകരണങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞു. ജനിച്ച അന്നു മുതൽ ഒരുമിച്ച്, അതായത് ഈ അപകടം നടന്ന സ്ഥലത്തിന് 1/2 കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ പെൺകുട്ടികളുടെ വീടുള്ളത്. അടുത്തടുത്ത അയൽക്കാർ കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ജനിച്ച നാൾ മുതൽ ഇവർ ഉറ്റ കൂട്ടുകാരായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. അന്നു മുതലുള്ള അടുപ്പം നമ്മൾ CCTV, അവർ നടന്നു പോകുന്ന കാഴ്ചകളെല്ലാം നമ്മൾ CCTV ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. ആ നടന്നു പോകുന്ന കാഴ്ചകൾ അടുത്ത് കടയിൽ നിന്ന് ഐസ് വാങ്ങി അവസാനത്തെ പരീക്ഷയും എഴുതിക്കൊണ്ട് മടങ്ങുന്ന കാഴ്ചയായിരുന്നു ഇന്നലെ അവസാനമായി കണ്ടത്. അതാണ് ആ CCTV ദൃശ്യങ്ങളിൽ കണ്ടത്. തൽക്ഷണം തന്നെ ആ ലോറി പാഞ്ഞു വരികയും അത് ഇവരുടെ ദേഹത്തേക്ക് മറിയുകയുമായിരുന്നു. അത്യധികം ഞെട്ടലോടുകൂടിയാണ് ആ കാഴ്ച അവിടെ ഉണ്ടായിരുന്നവർ കണ്ടത്. ഓടിച്ചെന്ന് നോക്കിയെങ്കിലും ആ കുരുന്നുകളെ ആ നിമിഷത്തിലൊന്നും തന്നെ പുറത്തെടുക്കാൻ സാധിച്ചില്ല. തുടർന്ന് മണ്ണുമാന്ത്രി യന്ത്രത്തിൻ്റെയും ക്രെയിനിൻ്റെയും സഹായത്തോടു കൂടിയാണ് ഈ ലോറി മാറ്റി കുരുന്നുകളെ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. തച്ചമ്പാറയിലെ ആശുപത്രിയിലും മറ്റൊരു ആശുപത്രിയിലും കൊണ്ടുപോയി എങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല. അപ്പോഴേക്ക് ഈ 4 കുരുന്നുകളും ചേതനയേറ്റുപോയിരുന്നു എന്നാണ് ഡോക്ടർമാർ അറിയിച്ചത്. ഇന്ന് രാവിലെയാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതശരീരങ്ങൾ വീട്ടിലേക്ക് എത്തിച്ചത്. അതിനുശേഷം വീട്ടിൽ ഉറ്റ ബന്ധുക്കൾ യാത്രാമൊഴിയേകാൻ വേണ്ടി അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി എത്തിയിരുന്നു. 8 മണിയോടുകൂടിയാണ് പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചത്. പൊതുദർശനത്തിന് വേണ്ടി കൊണ്ടുവന്നത് തുപ്പങ്ങോട് കരിമ്പനക്കൽ ഹാളിലാണ്. അവിടെ ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കണ്ണേ മടങ്ങൂ എന്ന് ഒരു നിമിഷം നമുക്ക് പറയാൻ തോന്നുന്ന തരത്തിലുള്ള കാഴ്ചകൾ, സുഹൃത്തുക്കൾ വിലപിക്കുന്ന, അത്യധികം അലമുറയിട്ട് കരയുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുഹൃത്തുക്കൾ അലമുറയിട്ട് കരഞ്ഞുകൊണ്ടാണ് ഓരോ കുട്ടികളും, ഈ സ്കൂളിലെ ഓരോ കുട്ടികളും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി പേരാണ് ഈ കുരുന്നുകളെ, ഈ 4 പെൺമക്കളെ, തങ്ങളുടെ 4 പ്രിയപ്പെട്ട പെൺമക്കളെ കാണാൻ വേണ്ടി ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. ആ 4 പെൺമക്കൾക്കും അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏങ്ങലടക്കാനാവാതെ, വിതുമ്പലടക്കാനാകാതെ പലരും പൊട്ടി കരയുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ തോതിലുള്ള സങ്കടക്കടലായി മാറുകയാണ് ഇപ്പോൾ പനയങ്കോട് നിവാസികൾ. വിലപിച്ചുകൊണ്ട് സുഹൃത്തുക്കൾ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നു. വലിയ തോതിൽ വലിയൊരു സങ്കടക്കടലായി മാറുന്നു. കണ്ണീർ പൂക്കളാണ് അർപ്പിച്ചത്. അല്പസമയം മുമ്പ് മന്ത്രി MP രാജേഷും മന്ത്രി കെ കൃഷ്ണൻകുട്ടിയും ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ചു. പ്രമുഖരെല്ലാം തന്നെ എത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയുണ്ടായി. ഇപ്പോഴും വലിയ നീണ്ട നിരയാണ് കാണാൻ സാധിക്കുന്നത്. 10:30 വരെയാണ് ഈ അന്തിമോപചാര ചടങ്ങുകൾക്ക് സമയം അനുവദിച്ചിരിക്കുന്നത്. അത് അല്പസമയം കൂടെ നീണ്ടു നിൽക്കുവാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോഴും ആളുകൾ വന്ന് ക്യൂവിൽ നിൽക്കുന്നത് നമുക്ക് കാണാം. പ്രിയപ്പെട്ടവർ അവസാനമായി തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഓടി അണയുന്ന നാട്ടുകാരെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ അവസാനമായി കണ്ട് യാത്ര പറഞ്ഞ് മടങ്ങുകയാണ്. പ്രിയപ്പെട്ടവരോടെല്ലാം തന്നെ യാത്ര പറയുകയാണ് ഈ കുരുന്നുകൾ. ഇനിയൊരു മടക്കമില്ലാത്ത യാത്രയ്ക്ക് അവർ തയ്യാറാവുകയാണ്. ഇവർക്ക്, അതായത് ഇണചേർന്ന് നടന്നിരുന്ന ഇവർക്ക് ഒരേ ഒരു കുഴിമാടം, ഒരിടത്തിലാണ് കുഴിമാടവും ഒരുങ്ങിയിരിക്കുന്നത്. അതിനുള്ള ക്രമീകരണങ്ങളും ഒരുക്കങ്ങളും ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഭവ്യ. പാലക്കാട് കല്ലടിക്കോട് തുപ്പനാട് കരിമ്പനക്കൽ ഹാളിനുള്ളിലും പുറത്തും ഇപ്പോൾ
കണ്ണീർ മഴ പെയ്യുകയാണ്. പ്രിയപ്പെട്ടവരുടെ പേര് വിതമ്പി വിളിക്കുന്ന, ഹൃദയം പൊട്ടുന്ന നിമിഷങ്ങൾ. അത്രമേൽ പിരിയാ കൂട്ടുകാരായിരുന്ന 4 പേരാണ് ഇന്നലെ വൈകുന്നേരത്തെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായത്. പനയമ്പാടത്തെ ശപിക്കപ്പെട്ട ആ നിമിഷത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ആ 4 പേർ, ആ 4 പെൺകുട്ടികൾക്കും നാട് വിട ചൊല്ലുകയാണ്. നിത, റിത, ഇർഫാന, ആയിഷ, ആ 4 പേരും മടങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുകയാണ്. അവർക്കായിട്ടുള്ള ഖബറുകൾ ഒരുങ്ങിക്കഴിഞ്ഞു. അല്പസമയം കൂടി കഴിഞ്ഞാൽ ആ പൊതുദർശനം പൂർണ്ണമാകും. അതോടുകൂടി ആ 4 പെൺകുഞ്ഞുങ്ങളും ഒരുമിച്ച് അന്തിയുറങ്ങാനുള്ള തയ്യാറെടുപ്പിലായിരിക്കും.